എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബൊളീവിയയിലാണ്. ബൊളീവിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലാപാസിലാണ്. സോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ബ്രസീൽ വിസക്കെല്ലാം അപ്ലൈ ചെയ്ത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. സോ ഇനി എനിക്ക് മൺഡേ ആണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് എംബസിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുവരെ എനിക്ക് ടൈമുണ്ട്, ഒരു 2 days, ശനിയാഴ്ച ഞായറാഴ്ച. അപ്പോൾ ഈ 2 ദിവസം ഞാൻ ഒരു മലയിലേക്ക് പോവാണ്. സിയറ്റെ ലഗൂണാസ് എന്ന് പറഞ്ഞിട്ടുള്ള, സിയറ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിഷിൽ 7 എന്നാണ് അർത്ഥം. അപ്പം അങ്ങോട്ട് ഞാൻ ട്രക്ക് ചെയ്തിട്ട്, ഒരു മൗണ്ടെയിൻ ആണ്, അങ്ങോട്ട് ട്രക്ക് ചെയ്തിട്ട് പോവാണ്. ഇതാണ് എൻ്റെ പുതിയ സ്ലീപ്പിംഗ് ബാഗിൽ ഇത് വെച്ചിട്ടുണ്ട്. പാക്കിങ്ങിലൊക്കെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, കാരണം തണുപ്പായതുകൊണ്ട് കുറേ ഡ്രസ്സ് എടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടെൻറ്റ് ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന വേറെ സ്ലീപ്പിംഗ് ബാഗും ഞാനെടുത്ത് സൈഡിൽ വെച്ചു. ഇതാണ് ഇപ്പോൾ എൻ്റെ ഫുൾ ലുക്ക്. എനിക്കിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സീനുണ്ട്. ഇത് 1 മണിക്കൂർ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറണം. ബ്രീത്തെല്ലാം കിട്ടോ ചത്തു പോകുമോ അറിയില്ല. ഓൺ ദ വേയിൽ ഒരു ഡയമോക്സും കൂടെ മേടിക്കണം, സൊറോച്ചി പാസ്തില, അതാണ് ആ മെഡിസിൻ ഒന്നും കൂടെ മേടിക്കണം എന്നുണ്ട്. ഡയമോക്സ് അല്ല അതായാലും സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരെണ്ണം ഉണ്ട്, ഇനി അത് തികയണം എന്നില്ല. രാത്രി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്, വെള്ളമെല്ലാം നിറച്ചിട്ടുണ്ട്. ഞാനിതാ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള പുതിയ ഡ്രസ്സാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്, ഒരു നീല, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. പാൻ്റാണെങ്കിൽ മൊത്തം ഞാനൊരു 4 എണ്ണം ഞാൻ എടുത്തിട്ടിട്ടുണ്ട്, ഒരു സോക്സും അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഇതുള്ളത് ഞാനിതാ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. കൂടുതൽ തണുക്കുകയാണെങ്കിൽ ഇത് -5 ഇതാണെന്നാണ് പറയുന്നത്. അവിടെ രാത്രി -5 ഒക്കെ ഉണ്ടാവും. സോ ഞാൻ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഹലോ, ¿cómo estás? Bien? Excited. Okay, let's go. Vamos. Okay, vamos. സോ അവൻ്റെ ബാക്ക് പാക്ക് കാണുന്ന ഇതാണ്. എന്നെക്കാട്ടിലും കുറച്ചും കൂടെ ഹെവിയാണ് അവൻ്റെ ബാക്ക് പാക്ക്. ഈ കാണുന്ന ജാക്കറ്റ്, മാറ്റ്, ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, ഇതെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. പുറത്തെല്ലാം അവൻ കെട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലൊരു ബാഗ് കൂടെ ഉണ്ട്. വെറുതെ ഓക്കെ, ഫ്രണ്ടിൽ ഒരു ബാഗും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവഴി നടക്കുമ്പോൾ തന്നെ എനിക്ക് കയറ്റം കയറുമ്പോൾ എന്താവും അറിയില്ല കേട്ടോ. പോയി നോക്കുക തന്നെ വേണം. പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ബ്രെഡ്, ലെക്ചസ്, ട്യൂണ, അങ്ങനെ കുറേ സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ക്യാമ്പ് ചെയ്യുമ്പോൾ കുക്ക് ചെയ്യാനല്ല, കഴിക്കാനായിട്ട്. ഇപ്പോഴേ എൻ്റെ ഫ്രീത്ത് സീനായി തുടങ്ങി ഈ ചെറിയ സ്ഥലത്ത്. ലെറ്റ്സ് സീ. No, I'm asking inside. What is that inside? ¿Qué tiene adentro? ¿El relleno? Queso. ¿Cualquiera? Cualquiera. Hay con mermelada. Cheese. Cheese? Anything cheese. All cheese? Okay. It's sweet or what? Salt? Salt. All salt? Yes. All not. salt. That is dulce. Only that one dulce? What about Ahí here? I think this mermeladita. es dulce. No. Mermelada de papaya dulce. What about this dulce? ¿Qué tiene adentro ese? No, maybe Papaya. in this it's same or different? It's same. All Same. is same. Cheese. ¿Cuánto? 2.50. 2? Okay. Just 2? De No. pollo de casa. I don't know. I'm asking how much? Now, How much? 2. Okay, one. 2.50. Sí, cada uno 2.50. Cada uno 2.50. What are you saying? I don't understand. ¿Ya? ഓക്കെ, ഞാനിത് അവിടുന്ന് മെഡിസിൻ മേടിച്ചിട്ടുണ്ട്. സൊറോച്ചി പാസ്തിലല്ല, അതിന് സിമിലർ ആയിട്ടുള്ള വേറെ ഏതോ ഒരു ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സിനുള്ള മെഡിസിനാണ്. സെയിം കണ്ടന്റ് ആയാൽ മതിയല്ലോ. സോ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി ഒരു 1 kilometer കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വാന് കിട്ടും. ആ വാന് എടുത്തിട്ട് നമുക്ക് പോകണം ആ സ്ഥലത്തേക്ക്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം മേടിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിത് മേടിച്ച് കുടിക്കുമായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഭയങ്കര ഫ്രഷും ഷുഗറൊന്നും ഇടാണ്ട് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. ഈ ഒരു വാനിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. നമ്മളെ ബാഗായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തന്നെ ടാസ്ക്. അവനവിടെ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടി എടുത്തിട്ട് ആദ്യം ടെർമിനലിലേക്ക് പോകണം, ബസ് ടെർമിനൽ എന്തോ. അവിടുന്ന് പിന്നെ വീണ്ടും പോകണം. ഞാൻ നോക്കിയില്ല, അവനാണ് നോക്കിയത്. What? The other side of this car. I didn't get. എന്തോ അവൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അവനാണ്
ബസ് സ്റ്റോപ്പിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഇതേ ഇവിടെ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ട 7 ലഗൂണ എന്ന് എഴുതിയേക്കുന്നത് ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. ലഗൂണ എന്ന് പറയുമ്പോൾ ലേക്ക്, ബ്ലൂ ലേക്ക് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്തോ സൗണ്ട് കേട്ട് ഞാനിപ്പോൾ നോക്കിയത് എന്താണെന്നറിയോ, ഗൂഗിളിൽ നോക്കിയതാണ് അവിടുത്തെ ടെൻ്റ് അടിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഓൾറെഡി ഞാൻ നോക്കി 4200 എന്തോ ആണ്. പക്ഷേ ആൾട്ടിറ്റ്യൂഡ് പിന്നെ ഓക്കെ, അപ്പോൾ ഓക്കെ അല്ല, എനിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇപ്പം ഞാൻ -ഡിഗ്രിയാണ് അവിടെ കാണുന്നത്. നൈറ്റ് -4 -5 ഒക്കെയാണ് അവിടെ രാത്രി ഉള്ളത്. തണുത്ത് ഞാൻ ചത്തു പോകുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡായിട്ടും തണുപ്പായിട്ടും എല്ലാം കൊണ്ട് സീനാണ്. ആൾട്ടിറ്റ്യൂഡ് തണുപ്പ് കൂടുതൽ, ആ കോമ്പിനേഷനാണ് കൂടുതൽ ടാസ്ക് ആവുന്നത്. തണുപ്പ് മാത്രമാണ് നമുക്ക് മാനേജ് ചെയ്യുക, മൈനസ് ആണെങ്കിലും. ആൾട്ടിറ്റ്യൂഡ് ഇല്ല, ഇത് ആൾട്ടിറ്റ്യൂഡും ഉണ്ട് മൈനസും ആണ്. ഇവിടെ നോക്ക് ബൊളീവിയൻ്റെ ഒരു 2 സംഭവങ്ങളെല്ലാം ഉണ്ട്. ഞാനത് 2 എണ്ണം മേടിക്കണം. അവനും വേണം, പിന്നെ എനിക്കും വേണം. നിങ്ങൾക്ക് കണ്ടപ്പോൾ മേടിക്കാൻ വേണ്ടി തോന്നി. കണ്ടോ ഇങ്ങനെ പിൻ ചെയ്തിടാൻ പറ്റിയത്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ എന്തോ ഒരു സാധനം, ഓക്കെ ഗ്രാസിയാസ്, ഇതിൻ്റെ ഉള്ളിൽ ചീസാണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കി ചെറിയ പിള്ളേരൊക്കെയാണ് കടയിൽ ഇതൊന്നും ഇതാക്കുന്നത്. നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ പഴയ എണ്ണയാണ്. ഇത് ഇവർ ട്രൈ ചെയ്യാൻ കൊടുത്തു നോക്കാം. യു ട്രൈ ഫാസ്റ്റ്. ഗുഡ്? നോ, നോട്ട് ഗുഡ്. നോ. Where are the cheese? A little bit, not too much. Okay. It's just 1 Bolivian, so It's a fire. yeah, it's okay. It's tasty, no? ഞാൻ കഴിച്ചു നോക്കാം. It's good. Yeah. എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി ചീസുള്ളൂ, കൊള്ളാം. ആ ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ബസ് ഇന്നില്ല, തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ 1 കിലോമീറ്റർ വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് വണ്ടി ഉണ്ടോ നോക്കണം, തപ്പി കണ്ടുപിടിക്കണം. ഇവിടെ നോക്ക് വീണ്ടും ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ട്, ഒരു പാസ്തയും പിന്നെ എന്തോ ഒരു സാധനവും. ഞാനത് കഴിച്ചോട്ടെ. വഴി കാണുന്നതൊക്കെ തിന്നാ നടക്കുന്നത്. എന്തായാലും മേടിച്ചില്ലാന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു പാസ്ത, ഒരു കൈൻഡ് ഓഫ് പാസ്ത. ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ, നോക്കട്ടെ. എനിക്ക് അത് പൊട്ടിച്ചിട്ട് പൊട്ടുന്നില്ല. ഇങ്ങനെ ഇന്ന ഒരു ഐഡിയ കിട്ടില്ല. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, മറ്റേക്കാളും ഇഷ്ടപ്പെട്ടു ഇത്. കൊള്ളാട്ടാ, സെറ്റാ. ഇവിടെ നോക്കി കുറേ മിഠായികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നമുക്ക് ഒരു പ്രത്യേക രസമില്ലേ. പിന്നെ ഇതും നമ്മളെ കോഫി മിഠായിയാന്ന് തോന്നുന്നു, ടോഫി എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതും ഒരെണ്ണം മേടിക്കാം, ഇതും ഒരെണ്ണം മേടിച്ച് നോക്കാം. വെറൈറ്റി ആയിട്ടില്ല എല്ലാ മിഠായികളും. എൻ്റെ ആളെവിടെയാ? ഓ എക്സ്പെൻസീവ് അല്ലേ. നോക്ക് 3 ഇത് സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ 3 ആവുള്ളൂ. വൈകുന്നേരം ടൈമിൽ മൊത്തം ട്രാഫിക് ആയിരിക്കും. അതും ദേബൂസ് ഇന്ത്യ പോലെ ട്രാഫിക്കാ. ഇതൊക്കെ ഇതെന്താ അറിയോ, ഭയങ്കര മധുര. മൂച്ചോ ദുൽസെ, മൂച്ചോ എന്ന് പറഞ്ഞാൽ മോർ, ദുൽസെ എന്ന് പറഞ്ഞാൽ മധുരം. കുറേ മധുരം, ഒരുപാട് മധുരം അങ്ങനെ പറയാം. നമ്മുടെ പേടയില്ലേ, പേടയ്ക്ക് മധുരം കൂടിയ പോലെ ഒരു സാധനം. നമ്മളിതാ വണ്ടിയിലൊരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 1 hour ഉണ്ട്. 1 hour എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലാവും. ഏത് വഴിയാ പോണേ ആർക്കറിയാം. എൻ്റെ അമ്മോ, മല കണ്ടിട്ട് തന്നെ കിളി പോകുന്നുണ്ട്. ഏത് വഴി കയറുമെന്തോ. നല്ല രസമുണ്ട് അവിടെ എല്ലാം കാണാൻ. പച്ചപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ കയറ്റത്തിൽ ഇങ്ങനെ നിരന്ന് താഴേക്ക് വീടുകൾ, അത് അടിപൊളി. ഇതുവഴിയാണ് നടക്കുന്നേ. ഈ കാണുന്ന വില്ലേജ് കണ്ടോ, താഴെ മുതൽ മുകളിൽ വരെയും ഇങ്ങനെ വീടുകളാണ്. ഈ ലാപ്പാസ് എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ മൊത്തം ഇങ്ങനെ. ഇതിപ്പോൾ സിറ്റിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ വന്നേ. കയറ്റത്തിൽ ഞാനിപ്പോൾ ഇടയ്ക്ക് നിന്നാ, അപ്പോഴേ ഞാൻ ക്ഷീണിച്ച്. നോക്ക് കണ്ടാ, ഇതാണ് വഴി. അവൻ നടന്നവിടെത്തി. അവന് ഒരു കുഴപ്പമില്ല, അവൻ നല്ല എനർജറ്റിക്കും ഇതുമാണ്. കാരണം അവൻ്റെ നാട്ടിൽ ഫുള്ള് ഹൈ ആൾട്ടിറ്റ്യൂഡും നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്കുക, അങ്ങ് ദൂരെ കണ്ടോ, അത് ലാപ്പാ സിറ്റി എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട്. അല്ല പറയാൻ പറ്റില്ല,
അത്രയും ദൂരത്തിലാണ് കാണുന്നത്. എവിടെ നോക്കിക്കേ പച്ചപ്പൊന്നുമില്ല. പച്ചപ്പില്ലെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ആ വീടുകളും ആ ലാൻഡ്സ്കേപ്പും നല്ല നീല കളറിലെ സ്കൈയും എല്ലാം നല്ല രസമുണ്ട്. ഞാനാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ടാ ഇരിക്കുന്നത് കാറ്റടിക്കാതിരിക്കാനായിട്ട്. ഇവിടെ നമുക്കിതാ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടാ. ഓപ്പൺ ഓപ്പൺ. Oh, they are going there. Yeah, everyone goes. Okay, okay, okay. Siete, Laguna. Nosotros vamos camino 7 Laguna, ¿va a pasar por ahí? Axizumas es. ¿Cómo? Axizumas es 7 Lagunas. Sí, pero va por ahí, va a pasar por ahí por la entrada, ¿nos puedes llevar hasta ahí? Gracias. ¿Qué? What? What is that? We go there? I don't understand. Even എന്നെ അറിയുള്ളൂ ഭാഷ. Yeah. വണ്ടി കിട്ടിയിട്ടുണ്ട് എന്തായാലും. നന്നായി ഈ വഴി വന്നത്. നല്ല ബ്യൂട്ടിഫുൾ പൂക്കളൊക്കെ ആയി. Taking our backpack. Okay. Wait. The zip. Yeah. Yeah. Okay. Up. Yeah. Alto, eso es lo que es alto. Ya, dilo lo que es. Súper alto, eso nomás es. Tu mochila pasa. Mochila. Ya. Sí. Ya, sí. Muchas gracias. With the bag? Súper alto es. Súper alto. Jesús, es grande la cosa. Sí. Muchas gracias. Muchas gracias. പിന്നെ ഈ ബാഗ് ഇത്രയും വെയിറ്റ് വെച്ചിട്ട് അതിൽ കയറിയത് എൻ്റെ മോനെ. Ya se I'm glad cansó. with this. Yeah, I know. Good. Your health is good. Brazil. Thanks, Mom. Yeah. പിന്നെ ഇവന്റെ വീട്ടുകാരെല്ലാരും അങ്ങനെ കേട്ടോ. എല്ലാരും ഭയങ്കര ഹെൽത്തി ഫിറ്റും ആണ്. അവൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. 4 പേര് ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. 4 പേരും ഭയങ്കര ഫിറ്റും റണ്ണിങ്ങും സൈക്ലിങ്ങും വർക്കൗട്ടും എല്ലാം ആണ്. അവനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതും എല്ലാം എൻ്റെ അതേപോലെ തന്നെ. ഞാൻ എൻ്റെ ഹെൽത്ത് കുറച്ച് വീക്കാന്നുള്ളൂ, പക്ഷേ ഞാൻ ഹെൽത്ത് എപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. ഹെൽത്തി ഫുഡെല്ലാം കഴിച്ചിട്ട്. നിങ്ങൾക്കറിയാം ഞാൻ മേടിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഹെൽത്തി ഫുഡ് മേടിക്കാൻ നോക്കല്. ഇതാ ഇതുവഴിയാണ് പോകുന്നത്. ആദ്യം ആൾ ഇതുവഴി എന്തോ കാണിച്ച പോലെ തോന്നി. എന്ത് രസമുള്ള വ്യൂ ആ നോക്ക്. ഇതുവഴിയുള്ള നമ്മൾ നടന്നു പോയിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും എത്തൂലായിരുന്നേ. കുറേ സമയം എടുത്തേനെ. എനിക്ക് തോന്നിയില്ല എപ്പോൾ എത്തും എന്നുള്ളത്. നോക്ക്. കണ്ടോ സ്റ്റീപ്പായിട്ട് കൊണ്ടിരിക്കുകയാണ്. 3900 വീണ്ടും കൂടി 4000 എത്രയോ ആവും. നോക്ക് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സീനായിട്ടുള്ള വഴിയാ. കണ്ടാ ഓക്കെ. എന്ത് രസാ അവിടെ എല്ലാം കാണാൻ. അടിപൊളിയാണേ. I'm sick? No? Yeah, gracias. ¿Todo? Chum. Finish? Listo. All right. Okay. Muchísimas gracias. Gracias. Listo, nos vemos. ഫൈനലി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിലാന്ന് തോന്നുന്നു. ഇവിടെ കുറേ ഡോഗ്സിനെല്ലാം കാണുന്നുണ്ട്. ബാഗെല്ലാം കൂടെ താഴെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ദിസ് വി ഹാവ് ടു ആസ്ക്. No, I think here finish. Finish? Huh? Consulta. ¿Sabes si tiene algún sendero por acá para las lagunas? ¿Acceso a cualquier laguna? No. Hey. Huh? Don't have access for the lagoons. But No? We will check. What's that? Why? You know him before?
Scared of vehicles, I think. I think we go this place. Yeah. Up here. Yeah. Fuck all. ഇവിടെ ക്ലോസ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അത് എന്താണ്ടാന്ന് അറിയില്ല. എനിക്കൊന്ന് പുറത്താൾക്കാർ വരാതിരിക്കാനാണ്. പക്ഷെ നമ്മൾ പുറത്താരും ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ലല്ലോ. നമ്മൾ ആ മലയിലേക്കാണ് നടന്നു പോകുന്നത്. അവിടെ ആ ലേക്കിൻ്റെ അങ്ങോട്ട് പോകാൻ വഴിയില്ലാന്ന് എന്തോ പറഞ്ഞു. അങ്ങനെ നമ്മളിതുവഴി നടന്നുകൊണ്ടിരിക്കുക. അറിയില്ല നമ്മളെവിടെ എത്തുന്നുള്ളത്. നടന്ന് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല പണിയാണ്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ക്യാമ്പ് ഫയർ ഇടണം. യു ഹാവ് ലൈറ്റർ? ആ ഓക്കെ. യാ പയ്യെ സൗണ്ട് ഉണ്ടാക്കാണ്ട് പോകാനാവും പറയണേ. ആരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അലോ ചെയ്യില്ല പറഞ്ഞിട്ട്. അവിടുന്ന് ഇങ്ങനെ നടന്ന് വരികയാണേ. അപ്പോൾ ഇവിടെ കൊടുത്തിപ്പോൾ മിണ്ടാൻ പറ്റില്ല. കൂടുതൽ രസമായി. അവിടെ ഉണ്ടോ സണ്ണ് പോകുന്ന ആ ഭാഗത്ത് മാത്രം റെഡായിട്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുക. എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. മലമുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. എവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളും. ഇപ്പോൾ തന്നെ -ആയി തോന്നുന്നുണ്ട്. വിറയ്ക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ -6 ഒക്കെ ആവും. പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ. അങ്ങ് ദൂരെ സ്നോ കാണുന്നുണ്ടോ? കണ്ടോ? അവിടെ എല്ലാം സ്നോ മൗണ്ടെയിനാണ് കാണുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ വെയിലും കാണാം. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി വേണം ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നാണ് സൺസെറ്റ് കാണുന്നത്. അപ്പോൾ സൺറൈസ് അപ്പോൾ അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ്ടോ 7 ലഗൂണ എന്ന് പറഞ്ഞാൽ ഇതാണ്. കുറേ അപ്പുറത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. ഇത് 1 2 കണ്ടോ 3 അങ്ങനെ എല്ലാം ഉണ്ട്. അവൻ പറയണത് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അപ്പുറം എന്തെങ്കിലും ഉണ്ടാവും പോകാമെന്നാ. പക്ഷെ ഇത് ഭയങ്കര സ്റ്റീപ്പാണ്. അവൻ പറയുന്നത് എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അവൻ ബാഗായിട്ട് 2-3 വട്ടം വരാമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് ഇത് കയറാൻ പറ്റുമെന്ന്. നോക്ക്, ഞാൻ താഴേന്ന് എടുക്കുകയാണെ എത്ര സ്റ്റീപ്പാണ് നോക്ക്. കാണുന്ന പോലുമില്ല, അത്രയും സ്റ്റീപ്പാണ്. എനിക്ക് തോന്നുന്നില്ല ഇതെന്നെ കൊണ്ട് കയറാൻ പറ്റുമെന്ന്. ഞാൻ ട്രൈ ചെയ്യാണ് കയറാൻ പറ്റുമല്ലേ എന്നുള്ളത്. എനിക്കറിയില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സണ്ണെല്ലാം കാണുന്നത്. ട്രൈ ചെയ്തോട്ടെ. എനിക്കറിയില്ല കേട്ടോ. ബട്ട് ഭയങ്കര സ്റ്റീപ്പ് തന്നെയാണ് അത്. ഇതിങ്ങനെ കയറും. ഇത് അവിടെ വരെ കയറാം. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ കയറും. എനിക്കറിയില്ല. അവന് ലേശം വട്ടുള്ള കൂട്ടത്തിലാണ്. എനിക്കാണെങ്കിലും വട്ടുണ്ട്. ഓനക്ക് അതിനേക്കാളും വട്ടാ. അതാ പ്രശ്നം. അപ്പം മുഴുവൻ വട്ടായി രണ്ടാളും കൂടെ ആയപ്പോൾ. നമുക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റില്ല, ചിലപ്പോൾ കയറാൻ പറ്റുമോ. ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചേക്കാണ്. അപ്പം എനിക്ക് അക്രോഫോബിയാണ്, ഹൈറ്റ് കൂടുതൽ പേടി. അപ്പം ഞാനിത് അവൻ്റെ കൈ പിടിച്ചിട്ട് കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ. സ്ലോലി. നോ, നൗ ഇറ്റ്സ് ഓക്കെ. സോ കൈ പിടിച്ചിട്ടാട്ടോ കയറുന്നത്. കാരണം എനിക്ക് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ തല ഇറങ്ങുന്നുണ്ട്. ഞാൻ നേരെ താഴത്തേക്ക് മാത്രം നോക്കി നടക്കുക. ഒരാളുടെ കൈ പിടിക്കുമ്പോൾ പ്രശ്നമില്ല. അവനൊരു കുഴപ്പമില്ല. അവൻ ഓടിച്ചാടി നടക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ അടുത്തൊന്നും ഞാൻ ട്രക്കിങ്ങിന് പോയിട്ടില്ലാന്ന്. അതാണ് പ്രശ്നം. എൻ്റെ ഹൃദയം ഇടിക്കുന്നു. ചിലപ്പോൾ എത്ര ആരോഗ്യമുള്ളവർക്കാണെങ്കിലും ചിലപ്പോൾ ഇത് കയറുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് സീനാവും. അവനും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ബാക്കിലേക്കൊന്ന് തിരിഞ്ഞതാണേ. അപ്പോൾ നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്. ഭയങ്കര രസമുണ്ട് കാണാൻ. സ്കൈ ഭയങ്കര അടിപൊളി. അവിടെയാണ് അപ്പോൾ സൺസെറ്റ് ഉള്ളത്. സി 1 is this 2 3 4 5 ആ ഓക്കെ 5 ഓക്കെ. തൊട്ടാണ് കേട്ടോ ഈ 7 ലഗൂണാസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് പെറുവിൽ. അത് ഭയങ്കര ബ്ലൂ ആയിട്ട് ബ്യൂട്ടിഫുള്ളാണ്. അതും എനിക്ക് കയറണമെന്നുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ കടിച്ച് ഇങ്ങനെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അവിടുന്ന് ഞാനിതാ എൻ്റെ ബാഗെല്ലാം ഇരിക്കുന്ന അവിടെയാണ്. അവിടുന്ന് അവൻ്റെ കൈയും പിടിച്ചിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ആ വീണ്ടും ഹൈറ്റിലേക്ക് അവൻ കയറിപ്പോയി. ഞാൻ പറഞ്ഞു ഞാനില്ലാന്ന്. അവൻ തന്നെ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. നോക്ക് എത്ര ദൂരെയാന്ന് കണ്ടോ. അവനെ ഒരു മുട്ടുസൂചി പോലെ കാണാനുള്ളൂ. ഗുഡ്. നോക്ക് ഒരു കുത്ത് കണ്ടോ. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അല്ലെ അതിൻ്റെ മുകളിൽ എവിടെ സ്ഥലം എന്ന് എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ശരിക്കും ഒരു ലഡാക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രസമുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. എനിക്ക് തോന്നുന്നു സ്കൈ നീലമായതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല.
ഭയങ്കര ഒരു ഡിപ്രസിങ് വെതറായിരിക്കും. പക്ഷെ ഇവിടെ -ഡിഗ്രി ആണെങ്കിൽ പോലും ഒരു രസമുണ്ട് കാണാനായിട്ട്. എല്ലാവിടെയും ഒരു പ്രത്യേക രസമുണ്ട്. എവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് അറിയില്ല, കാരണം അങ്ങനെ പ്രോപ്പറായിട്ട് ക്യാമ്പ് ചെയ്യാനുള്ളൊരു സ്പോട്ടൊന്നുമില്ല. അവനവിടെ അതാ വ്യൂ ആസ്വദിച്ച് നിൽക്കാൻ തോന്നുന്നുണ്ട്. അങ്ങോട്ട് നല്ല വ്യൂ ആയിരിക്കും. ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കയറ്റാണ്. ഇവിടെ ഒന്നിലേ ക്യാമ്പ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ക്യാമ്പ് ചെയ്യണം. ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ കല്ലാണ്, കല്ലുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ലൈക്ക് ഒരു ഇങ്ങനെ മൗണ്ടൈൻ രീതിയിലാണ് നിൽക്കുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങോട്ട് നോക്ക്, അവിടെ എല്ലാം കാണുന്നത് എൻ്റെ അതേ ഹൈറ്റിലാണ് ആ ഒരു മലയെല്ലാം നിൽക്കുന്നത്. അവിടെ എല്ലാം സ്നോ ആയിട്ടുള്ള മലയാണ് കാണുന്നത്. ദേ അവിടെയും കാണുന്നുണ്ട് സ്നോ ആയിട്ടുള്ള മലയൊക്കെ. അവൻ പറയുന്നത് അവൻ പോയിട്ട് ബാഗെല്ലാം എടുത്തിട്ട് വരാമെന്നുള്ളതാണ്. നോക്ക്, ബാഗ് അത്ര ദൂരെയാണ് ഇരിക്കുന്നത്. അവൻ പറഞ്ഞു കുഴപ്പമില്ല, അവൻ പോയി എടുത്തിട്ട് വരാം, ഇന്നോടുകൂടി ഇരുന്നോളാൻ പറഞ്ഞു. ഷോ പാവം, എനിക്ക് അവനെ സഹായിക്കണം എന്നുണ്ട്. പക്ഷെ ഞാൻ ഹെൽപ്ലെസ് ആയിട്ടിരിക്കുക. പക്ഷെ അവൻ എൻ്റെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ മുകളിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാന്നോ. അതിൻ്റെ മുകളിലേക്ക് എത്ര സ്റ്റീപ്പാണ് എനിക്കറിയൂല, ഞാൻ എങ്ങനെ പോകുന്നത്. അവൻ പറഞ്ഞത് ആദ്യം കൈ പിടിച്ചിട്ട് എന്നെ മുകളിലേക്ക് കൊണ്ടുപോവാ, അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അവൻ ആദ്യം ഒരു ബാഗ്, കാരണം ബാഗ് എൻ്റെ ബാഗ് തന്നെ ഒരു 20 കിലോ ഉണ്ട്, കാരണം പുതിയ കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ച് അപ്പോൾ അത്രയും സാധനങ്ങളുണ്ട്. പിന്നെ അവൻ്റെതും ഉണ്ട് ഒരു 25 കിലോ. അപ്പോൾ ആദ്യം ഒരു വട്ടം എന്നെ കൊണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ബാഗുമായിട്ട് അങ്ങോട്ട് പോയിട്ട് വീണ്ടും രണ്ടാമത് പോകണം. എത്ര ടാസ്ക്കാണെന്നറിയോ. പക്ഷെ അവൻ പറയുന്നത് എത്ര ടാസ്ക്കായാലും അത്ര ബ്യൂട്ടിഫുള്ളാണ് അവിടെ. അവിടെ പോയി കഴിഞ്ഞാൽ ആ ലാപ്പാസ് ഉണ്ടല്ലോ, ബൊളീവിയൻ ലാപ്പാസിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുള്ളാണെന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കും. നോക്ക്, ആ മലേനെക്കാട്ടിലും ഹൈറ്റ്, ആ സ്നോ മൗണ്ടിനെക്കാളും ഹൈറ്റിലാണ് അവിടെ. അവിടെ തണുപ്പും കൂടുതലായിരിക്കും. രാത്രി എന്തെങ്കിലും പറ്റിയാൽ ഭയങ്കര സീനായിരിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹവും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എൻ്റെ ഹെൽത്തും എൻ്റെ മൈൻഡും പേടിയാണ് എനിക്ക്. പിന്നെ ഹെൽത്തും സീനാണ്, അതാണ് പ്രശ്നം. അക്വഫോബിയ നിങ്ങൾക്കറിയാലോ. വെള്ളവും പേടി, ഹൈറ്റും പേടി. ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എല്ലാവരും എന്നോട് ചോദിക്കില്ല എവിടുന്ന് അത്ര ധൈര്യം ട്രാവൽ ചെയ്യാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ. അതൊക്കെ എനിക്ക് നല്ല ധൈര്യമാണ് കാര്യം. പക്ഷെ വെള്ളവും ഹൈറ്റും നല്ല പേടി തന്നെയാണ്. Esse é o momento que o brasileiro roubou a câmera da indiana, da Arunima. Ela tá me esperando lá em cima e eu tô levando as coisas para fazer o acampamento. Eu não sei se ela vai usar esse vídeo, mas é isso aí. ഞാനിതാ ഫുള്ള് കവർ ചെയ്തിട്ടാണുള്ളത്. ഈ ജാക്കറ്റും മൊത്തം ഞാനെടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടെൻറ്റിലാണ് കിടക്കുന്നത്. എൻ്റെ ടെൻറ്റാണെങ്കിൽ കൂടുതലും എന്താ പറയുക ഇതിനുള്ളതാണ്. ശ്വാസം കിട്ടണില്ല പറയാൻ. എൻ്റെ ടെൻറ്റ് കൂടുതലും സമ്മറിനുള്ളതാണ്, അതാണ് പ്രശ്നം. ഇതിട്ട് കഴിഞ്ഞാൽ ശ്വാസം കിട്ടൂല, ഇട്ടില്ലെങ്കിൽ ഒട്ടും ശ്വാസം കിട്ടൂല. അല്ല, തണുപ്പടിച്ചിട്ട് സീനാവും. എന്താണെങ്കിലും സീനാണ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ബാഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു ബാഗ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അവനാണെങ്കിൽ ഇതാ എൻ്റെ ബാഗ് എല്ലാം ഇട്ടിട്ടുണ്ട്. എൻ്റെ ബാഗും ഈ ചെറിയ ബാഗും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്നെ അവിടെ മുകളിൽ ഡ്രോപ്പ് ചെയ്യും. യു ആർ ഗുഡ്. ദെൻ അത് കഴിഞ്ഞിട്ട് അവൻ ഇതായിട്ട് തിരിച്ചു വരും. യു ഹാവ് ടു കീപ്. അയ്യോ, ഞാൻ എങ്ങനെ പോവും? എനിക്കൊന്നും കാണുന്നില്ല. സീനി, ഞാൻ താഴത്തേക്ക് മാത്രം നോക്കി പോകുന്നു. I don't look there, I just look down, okay? Just a minute, keep. 1 minute. Just keep it. I don't get breath if I keep like that. Cold is okay, breath is more problem. The moon, coming the moon. The moon is coming. Yeah, moon is coming, I saw. Yeah. I just look down, okay? Slowly. ഞാൻ താഴത്തേക്ക് മാത്രം. More slowly. This okay. Okay? ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ ചത്തു. നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ എത്ര സ്റ്റീപ്പാണ് ഇതെന്ന്. ഞാൻ എങ്ങനെ പോണ്? മോർ സ്റ്റീപ്പ്. മൈ ഹാർട്ട്. ഇതൊക്കെ എങ്ങനെ ഞാൻ തിരിച്ചിറങ്ങും? എന്തിലാണെങ്കിൽ ഒരു പൊട്ട ഷൂവാ. അല്ലാണ്ട് ഷൂ എങ്കിലും നല്ല.
സ്ലോലി ഞാനിത് അതിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ണടച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ വന്ന് വീഡിയോ ഞാൻ എടുക്കുക വെച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ കണ്ണടച്ചിട്ടാ വന്നു. അവൻ എന്നെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടുന്ന് കാണുന്ന വ്യൂ. സീരിയസ്ലി എൻ്റെ ഹാർട്ടിൽ എന്തായി പോകുന്നു, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. സീരിയസ്ലി ഭയങ്കര സീൻ. ഇത് ഇന്നാണെങ്കിലും എൻ്റെ ബാക്കിൽ കണ്ടോ അറിയില്ല, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഫുൾ മൂണാണ്. ഞാനിത് അവിടുത്തെ വ്യൂ കാണിച്ചുതരാം. ഞാനിവിടെ വന്നത് ഇവിടെ ഇരുന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വരക്കുന്നുണ്ട്. അത്രയും ഹൈറ്റിലാണ് ഞാനുള്ളത്, എനിക്കൊന്നും കാണുന്നില്ല. നോക്ക് എൻ്റെ അമ്മോ, ഇതെന്താണെന്നറിയോ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. നോക്ക് ഇതുകൊണ്ടോ, അയ്യോ ഇത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇത് നോക്കിക്കേ, ഫുൾ മൂണാണ്. മൂണിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സണ്ണ് പോയിട്ട്. സീരിയസ്ലി എൻ്റെ അമ്മ എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്, കണ്ടോ? ഈ വ്യൂ ആണ് ഞാൻ കാണുന്നത്. എന്ത് രസാ, ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു ലാപാസ് മൊത്തം എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് ഇവിടുത്തെ ഈ വ്യൂവിൽ കാണാൻ പറ്റും. ഇവിടെയാണ് ഞാൻ ടെൻ്റ് അടിക്കുന്നത്. എനിക്ക് എൻ്റെ കണ്ണിന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി നോക്ക്, അയ്യോ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല, ഇവിടെ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ വരും, നമ്മളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കുറേ ആൾക്കാർ. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവർ ഭയങ്കര ഇതായിട്ടുള്ള ഫ്രണ്ട്ലി അല്ലാത്ത ആൾക്കാരാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഇന്നൊരു ദിവസം താമസിക്കുള്ളൂ, കാരണം ഇത്രയും ടോപ്പിൽ നിന്ന് എനിക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, റിസ്ക് എടുത്തോടെ താമസിക്കാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അവർ പറഞ്ഞു എന്തായാലും ഇറങ്ങണം. അപ്പോൾ ഇവനാണെങ്കിലും പേടിച്ചിട്ട് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തൊക്കെ വന്നാലും ഞാൻ താഴേക്ക് ഇറങ്ങില്ല, കാരണം എന്നെക്കൊണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഹെൽത്ത് വെച്ചിട്ട് ഞാൻ എങ്ങനെ താഴേക്ക് ഇറങ്ങാം? നമ്മൾ ഓൾറെഡി ഇവിടെ ടെൻ്റെല്ലാം അടിച്ച് കഴിഞ്ഞ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ടെൻ്റ് അടിച്ചതെന്ന് അറിയോ? ഈ തണുത്ത് കുറച്ച് ഐസായിട്ട് ഇരിക്കുകയാണ്, കൈയൊക്കെ അതാ നോക്ക് മരവിച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ വേദന എടുക്കുകയാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. അവൻ്റെ ടെൻ്റാണ്. സോ അവന് പേടിയായിട്ടിരിക്കുകയാണ്. അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്താ, യു ഡോണ്ട് വെറി, നത്തിങ് ഗോണ ഹാപ്പൻ. യു സി, ഇഫ് ദ പീപ്പിൾ ഡോണ്ട് കെയിം ഹിയർ, ഇറ്റ്സ് ഓൾസോ ക്യാൻ ഹാപ്പൻ. യു സി, അവരിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല വിചാരിക്ക്. ഇപ്പോൾ അവർ നമ്മളോട് പറയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സീനില്ലാന്ന് നമ്മളെ കണ്ടിട്ടില്ല. അവിടെ ലൈറ്റ് വെച്ച് നമ്മൾ പവർ ബാങ്കിൽ നമുക്ക് ലൈറ്റ് ഉണ്ടായി അവൻ്റെ കയ്യിൽ. ആ ലൈറ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചുകൊണ്ടാണ് ആ താഴെ നിന്നുള്ള ആൾക്കാർ കണ്ടിട്ട് താഴേന്ന് അവർ കയറി ഇങ്ങോട്ട് വന്ന്. ശരിയാണ്, അവർ പറയുന്ന റിസ്ക് ഉണ്ടാവും, പക്ഷേ ഞാനിപ്പോൾ ഈ രാത്രി റിസ്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഹൈ ആയിട്ട് ചത്തുപോവും, അല്ലാന്നുണ്ടെങ്കിൽ തണുത്തിട്ട് ചത്തുപോവും, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നമ്മളെ തല്ലിക്കൊന്നിട്ട് നമ്മൾ ചത്തുപോകും. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ചത്തുപോകുമായിരിക്കും. പക്ഷെ ഞാൻ ഈ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിട്ടാണുള്ളത്. എൻ്റെ പുതിയ സ്ലീപ്പ് ബാഗൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, നമ്മളെ ബാഗും എല്ലാം കൂടി ഇട്ടിട്ട് ഇവിടെ ഫുള്ളായിട്ടാണ് ഉള്ളത്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ. പക്ഷേ ക്ലോസ് ആയിട്ട് കിടക്കുമ്പോൾ കുഴപ്പമില്ല, സ്ലിപ്പ് ബാഗിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിടക്കുമ്പോൾ ഓക്കെ ആയിരിക്കും. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നൗ ഇറ്റ്സ് മോർ കോൾഡ് റൈറ്റ്? യാ, യു സി, ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ, ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഐസാവുന്ന രീതിയിൽ തണുത്ത് വിറയ്ക്കും. ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടുന്ന് കാണുന്ന വ്യൂ കണ്ടോ? ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് റിസ്ക് എടുക്കാൻ തോന്നാതിരിക്കുക? അത്രക്കും ബ്യൂട്ടിഫുള്ളാണ്. കം ഗെറ്റ് ഇൻസൈഡ്. അത്ര അടിപൊളി വ്യൂ ആണ്. എന്ത് രസം നോക്ക്. നാളെ മോർണിംഗ് ആണെങ്കിലും നല്ല സൺറൈസ് എല്ലാം കാണാൻ പറ്റും. ഞാനിത് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ഗ്ലൗസൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത് കയ്യിൽ. അപ്പോൾ ഞാനിത് എൻ്റെ പെപ്പർ സ്പ്രേ ആണിത്. അപ്പോൾ ഞാനിതിവിടെ സേഫായിട്ട് എടുത്ത് ബാഗിൽ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ കയ്യിൽ കത്തിയുണ്ട്, എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ ആ കത്തി എടുക്കാം. സോ അതെടുത്തിട്ട് നമ്മളിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അവർ കുറേ പ്രാവശ്യം നമ്മളോട് പറഞ്ഞു, കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളെ തല്ലും കൊല്ലും അങ്ങനെയൊക്കെ. എനിക്കറിയില്ല, എനിക്ക് പേടി തോന്നില്ല. അവനാണെങ്കിൽ പേടിച്ച് പറിച്ചിട്ടിരിക്കുക, ആകെ ഒരു നെഗറ്റീവായിട്ട്. എനിക്കാണെങ്കിൽ ഫുൾ പോസിറ്റീവ് ആയിരുന്നു. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എല്ലാം കണ്ടിട്ട് എനിക്ക് എന്താ അറിയില്ല, എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ പേടിയില്ല, എന്താണെന്നറിയില്ല. ഞാനിതവിടെ ബ്രെഡൊക്കെയാണ് കഴിക്കുന്നത്, മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. ഗുഡ്. ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് ടിൻഡ്, മറ്റേ ചന, എന്തായാലും പറയാ, പേരറിയില്ല, മലയാളം പേരും കിട്ടണില്ല, ഇംഗ്ലീഷ് പേരും കിട്ടണില്ല. പിന്നെ ഇതാ ടൂണ ഫിഷില്ലേ, അത് ഞാൻ ഓൾറെഡി കുറേ മേടിച്ചിട്ടുണ്ട് ടിന്ന്. പിന്നെ ചീസ് ഉണ്ട്, അതുണ്ട്, ഇതിൻ്റെ എല്ലാം കൂടെ ബാഗിലിരിക്കുക.
അത് കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചിട്ട് ഒരു മെഡിസിൻ കൂടെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാലോ, എനിക്ക് ഓൾറെഡി നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കഴിച്ചിട്ട് കിടക്കുന്നതായിരിക്കും ബെറ്റർ, നല്ല ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനത് അവിടെ ബ്രെഡും മൾട്ടിഗ്രെയിൻ ബ്രെഡും ട്യൂണയും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം തന്നെ ഇല്ല, തല പൊക്കാൻ തന്നെ. നോക്ക്, തണുത്ത് വറക്കുന്നുണ്ട്. അടിപൊളിയല്ലേ ആ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചിരിക്കാൻ? വേറെ ലെവൽ ഫീലാണ്. കംപ്ലീറ്റ്ലി ഒരു അഡ്വഞ്ചറാണ്. റിസ്ക്കും അഡ്വഞ്ചറും എല്ലാം ഉണ്ട് ഇതിൽ. പക്ഷെ ഹാപ്പിനെസ് ഉണ്ട്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നല്ല തണുത്ത് വറക്കുന്നുണ്ട്. ഞാൻ എല്ലാം മൊത്തം കവർ ചെയ്ത് വെച്ചേക്കാണ്. ഇനി ആ മാസ്ക് കൂടെ എടുത്തിട്ട് മാസ്ക് എടുത്ത് ശ്വാസം കിട്ടൂല, അതാണ് പ്രശ്നം. നോക്ക്, ഫുൾ സാധനങ്ങളാണ്. നല്ല ചെരുപ്പും സാധനങ്ങളും സ്ലിപ്പിംഗ് ബാഗും. ഇതന്നെ നല്ല സ്ലിപ്പിംഗ് ബാഗ് കേട്ടോ, കുഴപ്പമില്ല അത്യാവശ്യം. നമുക്ക് വെള്ളവും ഒരു വൈൻ്റെ ബോട്ടിലും മേടിച്ചു, പക്ഷെ വൈന് കുടിച്ചില്ല നമ്മൾ. എല്ലാ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കണ്ടോ. ഇവിടെ അത്രയും കിടക്കാനുള്ള സ്ഥലമുള്ളു കണ്ടോ, ഫുൾ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം. ഞാനിതാ ഇവിടെ വേണം കിടക്കാനായിട്ട്. നല്ല തണുപ്പ് വരികയാണെങ്കിൽ സെപ്പറേറ്റ് സ്ലിപ്പിംഗ് ബാഗിൽ കയറിയിട്ട് കിടക്കാം. ഇപ്പോൾ സ്ലിപ്പ് ബാഗ് തുറന്നിട്ടാണുള്ളത്. അങ്ങനെയാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. എനിക്ക് നെഞ്ചെല്ലാം ഭയങ്കര വേദന എടുക്കുക. ഫുഡ് കഴിച്ചിട്ട് ഞാനൊരു അവക്കാടോ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ കൂടെ. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 സെക്കൻഡ് ഇങ്ങനെ പുറത്തെല്ലാം നിന്ന്, പക്ഷെ ഒടുക്കത്തെ തണുപ്പുകാരൻ്റെ ഉള്ളിലേക്ക് കയറി. കാരണം ആ മനോഹരമായിട്ടുള്ള കണ്ണ് നിറയ്ക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ണിന് കുളിരേകുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഒരു സൈഡിൽ മൂണും ഒരു സൈഡിൽ ആ ഒരു ലാപ്പാസിൻ്റെ ഫുൾ വ്യൂവും. വേറെ എവിടെ നിന്നാലും കിട്ടും തോന്നുന്നില്ല. ഇവിടെ നിന്ന് വന്ന് ആരും ടെൻറ്റ് പോലും അടിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും റിസ്ക് എടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. എന്താവും നാളെ രാവിലെ ആകുമ്പോൾ അറിയാം. രാവിലെ നേരത്തെ പോകണമെന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. സമയം പോയത് അറിഞ്ഞില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഞാനാണെങ്കിൽ ഒരു മെഡിസിനൊക്കെ ഉണ്ടല്ലോ, മെഡിസിൻ എല്ലാം കഴിച്ച് എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര വേദനയോടെ. ശ്വാസം എടുക്കാൻ പറ്റൂല, ഭയങ്കര ടാസ്ക് കേട്ടോ. ഞാനിപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് എടുക്കുകയാണെങ്കിലും ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്താലും ഫോണിൽ കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും നല്ല വെളിച്ചം ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അതായത് നല്ല ഫുൾ മൂണായിട്ടാണ് ഇന്ന് കിടന്നുറങ്ങുന്നത്. നല്ല രസമാണ്. നാളെ ചത്തിട്ടുണ്ടോ, ഹാർട്ട് അറ്റാക്ക് വന്നോ, എന്താ പറ്റിയ, റിസ്ക്കാണ്. ഇവിടെ ആൾക്കാർ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ അവൻ പേടിച്ചിരിക്കുന്നു. എല്ലാം കൂടെ നാളെ എന്താവും എന്ന് എനിക്കറിയില്ല. നാളെ രാവിലെ എണീക്കുമ്പോൾ തന്നെ അറിയുള്ളൂ. സോ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.